കാറ്റത്തെ കിളിക്കൂട് സീരിയലിലെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ നിധി തൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ആ സമയം സുധീഷ് അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് ഞാനും കൂടെ വരാമെന്ന്. പക്ഷേ നിധി സമ്മതിച്ചില്ല. വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാമെന്ന് പറഞ്ഞു. അന്നേരം സുധീഷ് വിടുന്നില്ല. സുധീഷ് പറയുന്നത് നീ തനിയെ അങ്ങ് പോകുന്നു വേണ്ട, ഞാൻ തന്നെ നിന്നെ അങ്ങ് കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു സുധീഷ് ഉറപ്പിച്ചു നിന്നു. കുറച്ച് കഴിഞ്ഞ് നിധി സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ഇറങ്ങി വന്നപ്പോൾ സുധീഷ് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവൾക്ക് ഇത്രയധികം ഭംഗിയുണ്ടായിരുന്നോ എന്ന്. എന്നിട്ട് ആ ഒരു ഭാവത്തിൽ വായും പൊളിച്ചിട്ട് നിധിയെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് പോവാണ് സുധീഷ്. സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഹരീഷ് വെറുതെ ഇരിക്കുന്നില്ല. അവനൊന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താടാ സുധീഷേ നീ ഇങ്ങനെ നോക്കുന്നത് എന്ന്. സുധീഷ് വിട്ടുകൊടുത്തില്ല. എൻ്റെ ഭാര്യ ഞാനല്ലാതെ പിന്നെ ആരാടാ നോക്കുന്നത്? ഞാൻ നോക്കും, എൻ്റെ ഭാര്യയല്ലേ അവള്. അങ്ങനെയൊക്കെ പറഞ്ഞ സുധീഷ് അങ്ങ് തിരിച്ചടിച്ചു. ഹരീഷിനും പിന്നെയും നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അങ്ങനെ അവർ ഇറങ്ങാൻ നേരം സുധീഷ് അങ്ങോട്ടേക്ക് വന്ന് പറയുന്നത് ഞാനും കൂടെ വരാമെന്ന്. സുധീഷിന് അതങ്ങോട്ടേക്ക് പിടിച്ചില്ല. അതിന് സുഭാഷ് ഏട്ടൻ എന്തിനാ വരുന്നത് എന്ന് ചോദിച്ചു. അല്ല, രണ്ടാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ അല്ലേ, അപ്പോൾ ഞാനും കൂടെ വരാമെന്ന് കരുതി. സുഭാഷ് മറുപടി പറഞ്ഞു. നിധി ചോദിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ ഇന്ന് ജോലിക്ക് പോവണ്ടേ എന്ന്. ജോലി കളയണ്ടല്ലോ. പക്ഷേ സുഭാഷ് വിട്ടുകൊടുക്കുന്നില്ല. അതൊന്നും സാരമില്ല, ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോയിക്കോളാം, എനിക്ക് വരാതെ ഒരു സമാധാനം കിട്ടില്ല എന്ന് പറയും. നിധിക്ക് പിന്നെ സമ്മതിക്കാതെ നിവൃത്തിയില്ലാതിരുന്നു. എന്നാൽ ശരി, സുഭാഷ് ഏട്ടനും കൂടെ പോന്നോളൂ എന്ന് പറയും. സുധീഷിന് ആകെ അസ്വസ്ഥയായിരുന്നു. ദൈവമേ, ഈ വരുതി എന്തിനുള്ള പുറപ്പാടാണ് എന്നിങ്ങനെ അവൻ മനസ്സിലോർത്തു. സുഭാഷ് അപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിധിയുടെ അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ കൂടെ വരുമായിരുന്നില്ലേ എന്ന്. അത് കേട്ടപ്പോൾ നിധി അച്ഛനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടു. സുധീഷ് പെട്ടെന്ന് തന്നെ വിഷയം അങ്ങ് മാറ്റി. ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാമെന്നും പറഞ്ഞു. അങ്ങനെ അവർ കാറിൽ കയറാൻ പോയപ്പോൾ സുഭാഷ് നിധിക്ക് വേണ്ടി പിന്നിലെ ഡോറ് തുറന്നു കൊടുത്തു. സുധീഷ് ഓടി വന്ന് പറയുന്നുണ്ട് സുഭാഷേട്ടാ സുഭാഷേട്ടാ എന്ന് വിളിച്ചെങ്കിലും ഒന്നും പറയാൻ പറ്റിയില്ല. നിധിയെ മുന്നിലിരുത്തിക്കൊണ്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു പോവാമെന്നായിരുന്നു സുധീഷിൻ്റെ പ്ലാന്. പക്ഷേ സുഭാഷ് അതങ്ങ് മുന്നിൽ കയറിയിരുന്നു. അത് കണ്ടപ്പോൾ നികേഷിനും ഹരീഷിനൊക്കെ ചിരി അടക്കാൻ പറ്റുന്നില്ലായിരുന്നു. സുധീഷിൻ്റെ മുഖം ആകെ ചമ്മി നാറി നാണം കെട്ടപോയ അവസ്ഥയിലായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രത്തിൽ കയറാമെന്ന് സുഭാഷ് പറഞ്ഞപ്പോൾ സുധീഷ് ആദ്യം എതിർത്തതാണ്. പക്ഷേ നിധി പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ പറഞ്ഞതല്ലേ, നല്ലൊരു കാര്യത്തിന് പോകുന്നതല്ലേ, അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയറാമെന്ന് പറയും. ക്ഷേത്രത്തിൽ വെച്ച് സുധീഷ് സുഭാഷിനോട് പതുക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ സുഭാഷേട്ടാ എന്തിനെങ്ങനെ കൂടെ വരുന്നത് എന്ന്. ഇങ്ങനെ വന്നാൽ ഞങ്ങളുടെ പ്രണയം എങ്ങനെ പൂവണിയും? ഇങ്ങനെ പോയാൽ അവൾ എന്നെ കെട്ടാൻ പോകുന്ന വഴിയൊന്നുമില്ല. സ്വന്തം സഹോദരനായി കാണുമോ എന്ന എൻ്റെ പേടി. സുഭാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ പേടിക്കേണ്ട, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, നീ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുമെന്ന് പറയും. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഞാനിനി പോയിക്കോളാമെന്ന്. നിധി സുധീഷിനോട് പറയുന്നുണ്ട് നീയും കൂടെ പോയിക്കോ എന്ന്. സുധീഷ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് പറഞ്ഞപ്പോൾ നിധി നിർബന്ധിച്ചു. വേണ്ട, കഴിഞ്ഞ തവണ നീ ഇവിടെ നിന്ന് നോക്കിയതല്ലേ, ഇത്തവണ അതൊന്നും വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ച് വന്നോളാമെന്ന് പറയും. അങ്ങനെ നിധി അകത്തേക്ക് പോവാണ്. സുഭാഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട് നീ വരുന്നുണ്ടോ അതോ ഇവിടെ തന്നെ നിൽക്കാണോ എന്ന്. സുധീഷ് പറയുന്നുണ്ട് ഇൻ്റർവ്യൂ കഴിയാൻ 2 മണിക്കൂറെങ്കിലും എടുക്കും, ഞാൻ സുഭാഷ് ഏട്ടനെ കൊണ്ടുവിട്ടിട്ട് തിരികെ ഇങ്ങോട്ടേക്ക് വന്നോളാമെന്ന് പറയും. അങ്ങനെ സുധീഷ് സുഭാഷിനെ കൊണ്ടുപോയി. ഇതേ സമയം അപ്പുറത്ത് സുനന്ദ ലളിതയോട് പറയുന്നുണ്ട് എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ വീട് വരെ ഒന്ന് പോകണമെന്ന്. ലളിതയ്ക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര അങ്ങ് ദേഷ്യം കലിപ്പും കയറി. എടി നീ എന്തിനാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ചോദിക്കും. എനിക്ക് സുഭാഷ് ഏട്ടനോട് യാത്ര പറയണമെന്ന് സുനന്ദ തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ സുനന്ദ ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെ അശ്വനും തനയനും ഗംഗാധരനും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. സുനന്ദ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പേരോടും കൂടി യാത്ര പറയാനുണ്ട്, വൈകുന്നേരം പോവുകയല്ലേ. ലളിത തടയാൻ നോക്കിയെങ്കിലും അശ്വിൻ പറയുന്നുണ്ട് അവൾ പോയിക്കോട്ടെ, പണ്ട് തൊട്ടേ അവളിവിടെ വളർന്നതല്ലേ, സുഹൃത്തുക്കളോട് യാത്ര പറയണ്ടേ. തനിയന് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അശ്വിൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനും പറ്റിയിരുന്നില്ല. സുനന്ദ ഇറങ്ങിപ്പോയപ്പോൾ ലളിത പിന്നാലെ ചെന്ന് അവളുടെ കൈ പിടിച്ചിട്ട് എടി നീ ഇതെങ്ങോട്ടേക്കാടി പോകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുകയാണ്. സുനന്ദ കൈയങ്ങ് തട്ടിമാറ്റിക്കൊണ്ട് ചോദിച്ചു എന്താ അമ്മക്ക് പേടിയുണ്ടോ? പണ്ട് സുഭാഷ് ഏട്ടൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കാല് പിടിച്ചിട്ടല്ലേ ഈ ബന്ധം ഒഴിവാക്കിയത്. ഇന്ന് എൻ്റെ കഴുത്തിലൊരു താലിയുണ്ട്, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. സുഭാഷ് ഏട്ടനും അതറിയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആളൊന്നുമല്ല അദ്ദേഹം. എന്നെ തടയണ്ട എന്നൊക്കെ പറഞ്ഞ് സുനന്ദ ബഹളം വെച്ചു. ഇതേ സമയത്ത് തന്നെ നിധി ഇൻ്റർവ്യൂ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടെ തന്നെ ഇറങ്ങി വരുമ്പോൾ സുധീഷ് വിശേഷങ്ങളൊക്കെ തിരക്കി. 2ാം റൗണ്ടും കിട്ടി. ഇനി നാളെ ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒരു ഫൈനൽ റൗണ്ട് കൂടിയുണ്ട് എന്ന് പറയാണ് നിധി. സുധീഷ് കൈനീട്ടി അവൾക്ക് അഭിനന്ദനങ്ങൾ നേർന്നു. നിധിക്ക് ഭയങ്കര സന്തോഷമായി. സുഭാഷ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ സുനന്ദയുടെ വിളി കേട്ടു. തോന്നിയതാണെന്ന് കരുതിയെങ്കിലും വീണ്ടും വിളിച്ചപ്പോൾ നോക്കിയപ്പോൾ ദാ സുനന്ദ വന്ന് നിൽക്കുന്നു. സുഭാഷേട്ടാ സുഖാണോ എന്ന് അവൾ ചോദിച്ചു.
സുഖമാണ്, നിനക്കോ എന്ന് സുഭാഷ് തിരിച്ചു ചോദിക്കാണ്. നീ വന്നത് ആരെങ്കിലും കണ്ടോ, പ്രശ്നമാവില്ലേ എന്ന് സുഭാഷ് പേടിയോടുകൂടെ ചോദിക്കുമ്പോൾ സുനന്ദ പറയുന്നത്, പേടിക്കേണ്ട സുഭാഷേട്ടാ, ഭർത്താവിൻ്റെ സമ്മതത്തോടെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടുവന്ന നികേഷ് പേടിച്ചുകൊണ്ട് തന്നെ സുധീഷിനെ വിളിച്ചു. സുധീഷേട്ടാ വേഗം വാ, സുനന്ദ ഇവിടെ വന്ന് സുഭാഷേട്ടനോട് സംസാരിക്കുന്നു. ഹരീഷിനെയും നികേഷിനെയൊക്കെ വിളിച്ചു വരുത്തി സുനന്ദ സുഭാഷിനോട് ഒരു കാര്യം ചോദിച്ചു. സുഭാഷേട്ടാ, ഞാൻ അശ്വിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നോട്ടെ, അദ്ദേഹത്തിന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. സുഭാഷ് പറയുന്നത്, അതിനെന്താ, വൈകുന്നേരം നീ വിളിച്ചു പോന്നോളൂ, നമുക്ക് ഒരു വിരുന്ന് തന്നെ നടത്താം. നികേഷും ഹരീഷും സുധീഷൊക്കെ വന്നപ്പോൾ സുഭാഷ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അവൾ ഭർത്താവിനെയും കൂട്ടിയിട്ട് വൈകുന്നേരം വരും. ഇത് കേട്ടപ്പോൾ ഹരീഷിന് നന്നായിട്ടങ്ങ് ദേഷ്യം വരുന്നുണ്ട്. സുഭാഷേട്ടാ, നിങ്ങൾക്കെന്താ വട്ടാണോ, നിങ്ങൾ തേച്ചിട്ട് പോയല്ലോ, എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? അന്നേരം സുധീഷ് പറയുന്നത്, അവളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, സുഭാഷേട്ടൻ അവളെ പറഞ്ഞു വിട്ടതല്ലേ. ഭാസ്കരൻ വന്നപ്പോൾ കണ്ടത് സദ്യക്കുള്ള ഒരുക്കങ്ങളാണ്. ആരുടെയെങ്കിലും ജന്മദിനമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. സുനന്ദയും ഭർത്താവും വിരുന്ന് വരുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞപ്പോൾ ഭാസ്കരൻ അങ്ങ് പൊട്ടിത്തെറിക്കാണ്. എടാ, നിനക്കെന്താടാ നാണമില്ലടാ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാനെന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് ആദ്യമായി തന്നെ അച്ഛനോട് ശബ്ദമുയർത്തി സംസാരിച്ചു. അച്ഛ, ഞാൻ വിളിച്ചതാണ്, അവർക്ക് വിരുന്ന് കൊടുക്കണം. അച്ഛന് താല്പര്യമില്ലെങ്കിൽ അച്ഛൻ ഇവിടെ നിന്നും മാറി നിൽക്കാമെന്ന് സുഭാഷ് അങ്ങ് തറപ്പിച്ചു പറഞ്ഞു. അന്നേരം ഭാസ്കരൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. ഹരീഷ് ചോദിക്കുന്നുണ്ട്, ഈ തൻ്റെ പണ്ടുണ്ടായിരുന്നുവെങ്കിൽ സുനന്ദ സുഭാഷേട്ടൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ ഇരുന്നേനെ എന്ന്. സുനന്ദ വീട്ടിൽ പോയിട്ട് അശ്വിനോട് പറഞ്ഞു സുഭാഷേട്ടൻ്റെ വീട്ടിൽ പോകാമെന്ന്. ലളിതയും തനയനും അത് തടയാൻ നോക്കിയെങ്കിലും അശ്വിൻ സമ്മതിച്ചു. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എൻ്റെ ഭർത്താവാണ് എന്ന് സുനന്ദ ലളിതയോട് പറയാണ്. അശ്വിൻ ലളിതയെയും തനയനെയും കൂട്ടിക്കൊണ്ട് വിളിച്ചുവെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി. വൈകുന്നേരം സുനന്ദയും അശ്വിനും കൂടി സുഭാഷിൻ്റെ വീട്ടിലേക്കെത്തി. ഭാസ്കരൻ ദേഷ്യമൊന്നും കാണിക്കാതെ അവരെ സ്വീകരിച്ചു. സുനന്ദ എല്ലാവരെയും അശ്വിന് പരിചയപ്പെടുത്തി കൊടുത്തു. നിധിയെ സുധീഷേട്ടൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തുമ്പോൾ സുധീഷിന് ശരിക്കും അത് സന്തോഷമായിരുന്നു. അവർക്കെല്ലാവർക്കും നല്ല വിരുന്ന് തന്നെ നൽകി. പോകുന്ന നേരം അവർ ഭാസ്കരൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. എല്ലാവരും സന്തോഷത്തോടു കൂടത്തിന് അവിടെ നിന്നും യാത്രയയക്കാണ്. ആ വിരുന്നിന് ശേഷം സുനന്ദയും അശ്വിനും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സുഭാഷിൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസമായിരുന്നു. പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവൾ സന്തുഷ്ടയാണെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം സുഭാഷിൻ്റെ മനസ്സ് ശാന്തമായി. എന്നാൽ കഥ അവിടം കൊണ്ടൊന്നും തീരുന്നില്ല. യഥാർത്ഥ നാടകീയത ആരംഭിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കും. അന്ന് രാത്രി വീട്ടിൽ വലിയൊരു ചർച്ച തന്നെ നടന്നു. ഭാസ്കരൻ ഒന്നും മിണ്ടാതിരുന്നുവെങ്കിലും സുധീഷിൻ്റെയും നിധിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സമയമായി എന്ന് എല്ലാവർക്കും തോന്നി. പിറ്റേന്ന് രാവിലെ നിധി തൻ്റെ അവസാന റൗണ്ട് ഇൻ്റർവ്യൂവിന് തയ്യാറെടുത്തു. HR റൗണ്ടാണത്. ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്ന ദിവസം. സുധീഷ് പതിവിലും ആവേശത്തിലായിരുന്നു. അവൻ നിധിയെ ഓഫീസിലേക്ക് കൊണ്ടുവിട്ട് പുറത്ത് കാത്തുനിന്നു. അകത്ത് ഇൻ്റർവ്യൂ പാനലിൽ ഇരുന്നവർ നിധിയുടെ പ്രകടനത്തിൽ അതീവ സംതൃപ്തയായിരുന്നു. പക്ഷേ അവിടെ അപ്രതീക്ഷിതമായ ഒരു അതിഥിയുണ്ടായിരുന്നു. ആ കമ്പനിയുടെ പുതിയ റീജിയൽ മാനേജറായി ചാർജ് എടുത്തത് മറ്റാരുമല്ല, അത് സുനന്ദയുടെ ഭർത്താവ് അശ്വിനായിരുന്നു. നിധിയെ കണ്ടപ്പോൾ അശ്വിന് അത്ഭുതമായി. അവളുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന അശ്വിൻ ഒരു ശുപാർശയുമില്ലാതെ തന്നെ അവൾക്ക് ഉയർന്ന തസ്തികയിൽ ജോലി ഉറപ്പിച്ചു. സുനന്ദ സുഭാഷിൻ്റെ വീട്ടിലേക്ക് പോയ വിവരം അറിഞ്ഞ തനയനും ലളിതയ്ക്കും സമാധാനമായി ഇരിക്കാൻ തയ്യാറല്ലായിരുന്നു. സുനന്ദയും അശ്വിനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ലളിത പുതിയൊരു കള്ളം മെനഞ്ഞു. സുനന്ദ ഇപ്പോഴും സുഭാഷിനെ സ്നേഹിക്കുന്നുണ്ട് എന്നും അവർ രഹസ്യമായി കാണുന്നുണ്ട് എന്നും അശ്വിനെ വിശ്വസിപ്പിക്കാൻ ലളിത ശ്രമിച്ചു. ഒരു വൈകുന്നേരം അശ്വിൻ ഓഫീസിൽ നിന്നും വരുമ്പോൾ ലളിത പറയുന്നുണ്ട്, മോനെ, അവൾ ഇന്നും സുഭാഷിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരിക്കും, പക്ഷേ അവൾ നിന്നെ ചതിക്കുവാണ്. പക്ഷേ അശ്വിൻ ഒരു വിഡ്ഢിയായിരുന്നില്ല. തനിക്ക് സുനന്ദയിലുള്ള വിശ്വാസം തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. മാത്രമല്ല സുഭാഷിൻ്റെ മാന്യതയെക്കുറിച്ചും നിധിയുടെ ജോലിയെക്കുറിച്ചുമൊക്കെ അവൻ തുറന്നു പറഞ്ഞു. ലളിതൻ്റെയും തനയൻ്റെയും മുഖം അങ്ങ് ചമ്മിപ്പോയി. നാട്ടിൽ തിരിച്ചെത്തിയ സുനന്ദയും അശ്വിനും പോകുന്നതിന് മുൻപ് തന്നെ ഒരു വലിയ സർപ്രൈസ് ഒരുക്കിയിരുന്നു. സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് ഒരു പുതിയ ബിസിനസ് പ്രപ്പോസൽ കൊണ്ടുവന്നു. സുഭാഷിൻ്റെ അധ്വാനശീലവും സത്യസന്ധയും കണ്ട അശ്വിൻ തൻ്റെ കമ്പനിയുടെ ലോജിസ്റ്റിക്സ് കരാർ സുഭാഷിന് നൽകാൻ തീരുമാനിച്ചു. പിന്നീട് ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് സുധീഷിൻ്റെയും നിധിയുടെയും കല്യാണം ഗംഭീരമായി നടത്തുന്നതാണ്. ഭാസ്കരൻ തൻ്റെ പഴയ ഭാഷകളെല്ലാം ഉപേക്ഷിച്ചു. സുനന്ദയും അശ്വിനും ആ ഒരു കല്യാണത്തിന് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പഴയ പ്രണയത്തിൻ്റെ നോവല്ല, മറിച്ച് പുതിയ സൗഹൃദത്തിൻ്റെ തിളക്കമായിരുന്നു പിന്നീട് സുഭാഷ് ഏട്ടൻ്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.